എടാ കനക, എന്താ വേണ്ടേ? ഒന്നുമില്ലടാ. പറയുന്നേ, ചുമ്മാ പറയ്. നമ്മൾ ഈ യൂണിഫോം ഭാസ്കരന്റെ വീട്ടിൽ നിന്നാ വാങ്ങിയെന്ന് നീ ശാന്തിയുടെ അടുത്ത് അലറി കൂവരുത്. ശരി, ഇതിന് എനിക്ക് എത്ര കമ്മീഷൻ തരും? നിനക്ക് എന്തിനാടാ കൈ കാശില്ലേ? അപ്പൊ ഇത് വട്ടിക്കണക്കിൽ വെച്ചേക്കട്ടെ. മിണ്ടാതെ കൂടെ വാടാ. ശാന്തി, അപ്പൊ ഇതുവരെ പഠിത്തം കഴിഞ്ഞില്ലേ? എടാ കനക, ഓ, തുണിവെല്ലാം വാണം പോലെയല്ലേ കേറിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട മണിയണ്ണ, ഓറാക്കണ്ട, ചെലവാകും. മോളെ, നീ എന്താ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും അറിയാം. ഹായ്, യൂണിഫോം വാങ്ങിച്ചോണ്ട് വന്നല്ലേ അപ്പ? പിന്നെ ഞങ്ങൾ എന്തിനു പോയെന്നാ കരുതിയേ? നീ എന്താ എങ്ങനെ നോക്കുന്നത്? പുതിയതാ, ടൈലറുടെ അടുത്ത് അടിച്ചു വെച്ചിരുന്ന അഴുക്കായതാ. ഇപ്പഴെന്തായി, പൊളിഞ്ഞില്ലേ? ഇതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത്, പോയി പഴയതൊന്നും വാങ്ങണ്ടെന്ന്. അപ്പൻ്റെ അടുത്ത് കാശില്ലാഞ്ഞിട്ടാ. അതുകൊണ്ടാ നിന്റെ സ്കൂളിൽ പഠിക്കുന്ന ഹേമയുടെ വീട്ടിൽ പോയി വാങ്ങിയത്. അത് കേറിയതാണെന്ന് അറിഞ്ഞില്ല മോളെ. സാരില്ല അപ്പ, തലവേദന ആയിരുന്നോണ്ടാ സ്കൂളിൽ വരാതിരുന്നെന്ന് ഞാൻ പറഞ്ഞോളാം. നമ്മളെപ്പോലെ നാടോടികള് 3 നേരം വയറ് നിറച്ച് കഴിക്കുന്നതേ നടക്കാത്ത കാര്യ. അതിലും പ്രയാസ പുതിയ തുണി തയ്ച്ച് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നെന്ന് ആർക്കറിയാത്തത്? എന്തായാലും ഈ രാമു ജീവനോടെ ഇരിക്കുമ്പോ നിനക്ക് ഒരു കുറവുണ്ടാവില്ലേ? നിനക്കിപ്പോ സന്തോഷമായോ? പിന്നൊരു കാര്യം, സ്കൂൾ ആനിവേഴ്സറി അന്ന് നീ നന്നായിട്ട് പ്രസംഗിക്കണം. പണക്കാര് പിള്ളേരുടെ ഇടയിൽ നിന്ന് ശാന്തിക്കുട്ടി നമ്പർ 1 ആണെന്ന് പറയിക്കണം. അത് മാത്രമല്ല മോളെ, നീ നന്നായി പഠിച്ച് 100 മാർക്കും വാങ്ങി ഈ പഞ്ചായത്തിൽ 1ാം സ്ഥാനത്തെത്തിയാൽ നമ്മളെപ്പോലുള്ള അനാഥക്കൂട്ടത്തിന് ഒരു അംഗീകാരം കിട്ടില്ലേ? നിനക്കത് പറ്റും. എനിക്ക് നിന്നെ നല്ല വിശ്വാസം. നന്നായിട്ട് പഠിക്കണം, കേട്ടല്ലോ? ഞാൻ പോയി കുളിച്ചിട്ട് വരാം. നില്ലടാ, ഞാനും വരാം. ഇപ്പൊ തന്നെ കുളിച്ചിട്ട് പോയി അരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. നോക്ക്, ഞാൻ 1ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റയെന്ന് എന്നെ വെളിയിലിറക്കി വിട്ടതാ. അന്ന് ഞാനിട്ട ട്രൗസർ ഇന്നും മാറിയിട്ടില്ല. ആലോചിച്ചു നോക്ക്, നിനക്ക് പുതിയ ഡ്രസ്സ്. നന്നായി പഠിക്കണം. നിനക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്. പോയിട്ട് തിരക്കുണ്ട്, വരട്ടെ. പിന്നെ പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിച്ചോണം. സ്വഭാവം